ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാളുവിനെ 7 മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. ആ ടൈമിൽ നമ്മളൊരു വളകാപ്പ് നടത്തണം എന്ന് വിചാരിച്ചിന് ചില സാഹചര്യം കൊണ്ട് ആ ഒരു ഫംഗ്ഷൻ നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സൺഡേ അത് നടത്തിയാലോ എന്നുള്ളൊരു എന്താ പറയുക ഒരു ആലോചനയിലാണ് ഉള്ളത്. അപ്പോൾ അവളെ മേക്കപ്പ് ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള മേക്കപ്പ് ഒന്നല്ല, ചെറിയ രീതിയിൽ മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ അടുക്ക ഫേസ് മേക്കപ്പിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല. അതെൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്കുന്നതാണ് ഞാൻ വാങ്ങിയത്. കാരണം എൻ്റെ മേക്കപ്പിൻ്റെ എക്സാം കഴിയാത്തതുകൊണ്ട് എൻ്റെ അടുക്ക പ്രൊഡക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഹെയറിൻ്റെ എല്ലാ ഐറ്റംസും എൻ്റെ അടുക്കുന്നുണ്ട്. അത്യാവശ്യം ഹെയർ സ്റ്റൈലിങ്ങിനുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളും എൻ്റെ അടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഉള്ള ആ ഒരു ഫംഗ്ഷൻ നടത്താമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞാട്ടൻ പോലും ഇല്ല, കുഞ്ഞാട്ടന് ലീവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഏട്ടനും പോലും ഇല്ല. അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടെ ചെയ്യുന്നൊരു ഫംഗ്ഷൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകളും പ്രൊഡക്റ്റുകളും ഞാൻ ഒരു ബാഗിൽ പാക്ക് ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ എന്തൊക്കെയാണെന്നുള്ളതിലും കാണിക്കുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ വെക്കാൻ പോകുന്നത് ഇതാ ഡ്രയറാണ്. പിന്നെ ഐക്കോണിക്കിൻ്റെ അഡ്വാൻസ്ഡ് ഡ്രയറാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ ആവശ്യം. പിന്നെ വെക്കുന്നത് ടോങ്സാണ്. നമുക്ക് കേളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ് ടോൺസ്. അതും ഐക്കോണിക്കിൻ്റെ തന്നെയാണ്. ഞാൻ വാങ്ങിയതെല്ലാം ഐക്കോണിക്കിൻ്റെ തന്നെയാണ്. നല്ല പിന്നെ എന്താ പറയുക ബ്രാൻഡാണ് ഐക്കോണിക്ക്, അതുകൊണ്ട് ഐക്കോണിക്ക്. പിന്നെ ഒരു ക്രിമ്പർ വെക്കുന്നുണ്ട്, അതും ഐക്കോണിക്ക് തന്നെ. നല്ല കളറല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സ്റ്റൈലിങ്ങിന് മുന്നേയും അതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോസ്കോഫിൻ്റെ ഓസിസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്. നമ്മൾ സ്റ്റൈലിങ്ങിന് മുന്നേ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ കാരണം ഹീറ്റ് കൊടുക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു ഹീറ്റിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ തരുന്ന സംഭവമാണ്. അതുപോലെ സ്റ്റൈലിങ്ങിന് മുന്നേ ഉപയോഗിക്കുന്ന ഒന്നാണ് മൂസ് എന്ന് പറയുന്നത്. ഇത് നല്ല രസമാണ് കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നേരെ ഒരു ഈ ഒരു ഇതുണ്ട കാണുന്നുണ്ടോ അറിയില്ല, ഈ ഒരു രീതിയിൽ ഇതുണ്ടാവുക. പത പോലെ നമ്മളെ സോപ്പും പതയെല്ലാം ഉണ്ടാവില്ലേ, അതുപോലെ. അപ്പോൾ നമ്മളിത് ഹെയർ സ്റ്റൈലിങ്ങിന് മുന്നേലും യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ സ്റ്റൈലിങ്ങിന് ശേഷം ഉപയോഗിക്കുന്ന 2 പ്രോഡക്റ്റുകളാണിത്. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോസ്കോഫിൻ്റെ തന്നെ ടാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്, ഹെയർ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് തീരാനായിട്ടുള്ള ആണ് ഉള്ളത്. പിന്നെ ഇതും ഷോസ്കോഫിൻ്റെ തന്നെ ഓസിസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനിങ് സ്പ്രേ ആണ്. നമ്മൾ എന്താ പറയുക സെറ്റിംഗ് സ്പ്രേയിൽ അടിച്ചതിന് ശേഷം ഹെയർ കുറച്ചുകൂടെ ഷൈനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഷൈനിങ് സ്പ്രേ. ഹെയറിൽ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ ടാങ്കിൾസ് എല്ലാം ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റാങ്കിൾ കോമ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടെയിൽ കോമ്പ്, 4 ക്ലിപ്പ്. നമ്മൾ ഈ ബ്ലോ ഡ്രൈയിലും ചെയ്യുമ്പം ബാക്കിയുള്ള ഹെയർ നമുക്ക് ഇതാക്കി വെക്കണ്ടേ, അപ്പോൾ അതിന് 4 ക്ലിപ്പ് എടുക്കുന്നുണ്ട്. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പം വേണ്ട ഹെയർ പിന്നുകളാണ്, യു പിന്ന്, നോർമൽ പിന്ന്, അങ്ങനെയുള്ള പിന്നുകളാണ്. അതൊരു ഞാനൊരു ബോക്സിലാക്കിയിട്ട് വെക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഫേസ് മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റുകൾ. പിന്നെ എല്ലാം കൂടെ ഓരോന്നോരോന്നെടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരുമിച്ചെടുത്ത് കാണിക്കുന്നതാണ്. ഇതെല്ലാം ഇനി ബാഗിലേക്ക് എടുത്ത് വെക്കണം അത്രേ. മേക്കപ്പിൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ പ്രൊഡക്റ്റുകളും എക്സാമിന് ഞങ്ങൾക്ക് വാങ്ങേണ്ടി വരും. കാരണം എക്സാമിന് നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് പിന്നെ ചെയ്യുക. അതുവരെ നമുക്ക് അവിടുന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അക്കാദമിയിൽ തന്നെ തരും. എക്സാം ആകുമ്പോൾ നമ്മളെ സ്വന്തമായിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളും വാങ്ങണം. നല്ല ചൂട്, ഫാൻ ഇട്ട് കഴിയുമ്പോൾ പിന്നെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാൻ ഫാൻ ഓഫാക്കി. അപ്പോൾ നല്ല ചൂട്, അതിങ്ങനെ വേർക്കുന്നു. പിന്നെ കുറച്ച് എൻ്റെ പ്രൊഡക്റ്റുകളും വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഹെയറിനും അതുപോലെ മേക്കപ്പിനും വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചു. ഇനി എടുത്തു വെക്കാനുണ്ട്, എന്നാലും നമ്മൾ മെയിനായിട്ടുള്ള സാധനങ്ങളെല്ലാം ആയി. പിന്നെ ഞാൻ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീഡിയോസിൽ കണ്ടിട്ടുള്ളൊരു പ്രൈമറാണ് ഈ ഫോറെവർ 52ൻ്റെ ഈ ഒരു പ്രൈമർ. ഇത് ആൻറ്റി ഏജിങ്, സ്കിൻ റിപ്പയർ, സ്കിൻ ഹൈഡ്രേഷൻ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമറാണ്. ഇതൊരു എന്താ പറയുക കണ്ടോ, പിന്നെ സെറം ടൈപ്പിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്ലോ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഇത് വാങ്ങിയത് നൈക്കയെന്നാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ എത്തിന്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നൈക്കയിൽ അവൈലബിൾ ആണ്.
ഫോറെവർ 52 പ്രൈമർ. അത് ഞാൻ ഈ മേക്കപ്പ് ബോക്സിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മളെ എല്ലാ ഐറ്റംസും എടുത്ത് ഈ ട്രോളിയിൽ എടുത്ത് വെച്ചു. ഇതൊക്കെയാണ്. മെയിനായിട്ടൊരു സാധനം മറന്നുപോയി ഗൈസ്, മേക്കപ്പ് ബ്രഷ്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ മേക്കപ്പ് ബ്രഷാണ്. ഇതിനകത്ത് 20 ബ്രഷുകളാണ് വരുന്നത്. ഇത് വെക്കാണ്ടാണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളിലും വെച്ച്. ഇത് മറന്നു പോകുമായിരുന്നു. പിന്നെ ലാസ്റ്റ് വൺ നമ്മളെ ജ്വല്ലറി. ഇതിവിടെ വെച്ചാൽ നമ്മളെ പെട്ടിയിലെ ഐറ്റംസ് എല്ലാം എല്ലാ സാധനങ്ങളുമായി. ഇനി അല്ലാണ്ടുള്ള നമ്മളെ നോർമൽ സാധനങ്ങൾ മാത്രമേ നമുക്ക് എടുത്ത് വെക്കാനുള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എല്ലാം സെറ്റാണ്. ഞാൻ ചൂടെടുത്ത് വേർത്ത് ആകെ ഒരു ഇതിലാണ് ഉള്ളത്. പിന്നെ കാരണം ഫാനും ഇട്ടിട്ടില്ല. ഇനിയും നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാറ്റ് പോലിരിക്കും. ആ അവസ്ഥയിലാണ് ഉള്ളത് ചൂടെടുത്ത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. തെറ്റാ.